രാവിലത്തെ പുട്ടിലേക്ക് മേടിച്ച പഴാണ്. അന്തരീക്ഷത്തിന്റെ കഠിനമായ സമ്മർദ്ദം മൂലം ഇത് ഇത്തിരി ഒന്ന് കറുത്ത് പോയിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾക്ക് ഇതിന്റെ ഉള്ളിൽ നല്ല ഫ്രഷ് ആണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. അപ്പോൾ ബാക്കി വന്ന പുട്ട് ഞാനിവിടെ ഇന്ന് ഈവനിങ് സ്നാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തപ്പോഴാണ് വീഡിയോ എടുക്കാൻ തോന്നിയത്. അപ്പം ഞാനത് പൊടിച്ചെടുത്തു. ഇതിനായിട്ട് മിക്സ് ചെയ്യണത് ഇതിലേക്ക് മാറ്റണം. പുട്ടിലേക്ക് മേടിച്ച പഴാണ്. അന്തരീക്ഷത്തിന്റെ കഠിനമായ സമ്മർദ്ദം മൂലം ഇത് ഇത്തിരി ഒന്ന് കറുത്ത് പോയിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾക്ക് ഇതിന്റെ ഉള്ളിൽ നല്ല ഫ്രഷ് ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇത് കുറച്ചധികം വേണ്ടി വരും കേട്ടോ. അത്രയും കുഞ്ഞേ പഴമാണ്. ഇത് കുറച്ചൊന്ന് ഉരിഞ്ഞെടുക്കട്ടെ. ഇത് മുഴുവൻ ഉരിഞ്ഞെടുക്കുന്നത് കാണിക്കാൻ നിന്നാൽ ചിലപ്പോൾ കണ്ടില്ലേ. അപ്പം ഞാൻ മുഴുവനായിട്ട് ഒരു ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. കേടുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പഴുത്ത പഴമാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പുട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം അധികം ആവുകയെന്ന് വെച്ചാൽ നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്തണേ. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പഴയതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ പുട്ടിൽ നല്ലോണം തേങ്ങ ഉണ്ട് വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പുട്ടിൽ തേങ്ങ കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പം ഞാനിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പുട്ടും പഴം കൂടിയിട്ട് കൂട്ടി കുഴക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ ആരും പഠിപ്പിക്കേണ്ട അല്ലേ. അപ്പോൾ അതെ നമ്മൾ അടിപൊളിയായിട്ടിട്ട് കുഴച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ പഴവും ആ തേങ്ങയും പഞ്ചസാരയും പുട്ടൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞിട്ട് ഒരു മാവ് പരുവത്തിലായി കിട്ടണം കേട്ടോ. ഇപ്പോൾ പുട്ടും പഴവും പഞ്ചസാര കൂട്ടും നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അതേലൊക്കെ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മളൊരു ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെയൊന്നും ഇല്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഞാനിവിടെ കുറച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലാണ് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പുട്ടിൻ്റെ മിക്സില്ലേ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. പുട്ടൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതല്ലേ. പഴം നമ്മൾ എക്സ്ട്രാ വേവാനുള്ള ഐറ്റംസ് ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ക്രിസ്പിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം അയ്യേ പുട്ടും പഴമല്ലേ, ഇതിന് എന്ത് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പുട്ട് ഇങ്ങനെ തന്നെ ഇരുന്നിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ കളയേണ്ടി വരും. ഇവിടെ വീട്ടിൽ ആടുണ്ട്. അപ്പോൾ ആടിന് കൊടുക്കുകയെന്ന് ചെയ്യാം. നമ്മൾ ബാക്കി വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ സാധാരണ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കായാലും എല്ലാവർക്കും തിന്നാനൊരു ഇഷ്ടമാണ് കേട്ടോ. ഇനി ഈവനിങ് ഒക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല. എണ്ണ ഒന്നും അധികം കുടിക്കുന്നില്ല കേട്ടോ. നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രം മതി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു ചിലവും വരുന്നില്ല. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ എപ്പോഴേലൊക്കെ പുട്ട് ബാക്കിയാവും. എല്ലാവരും വീട്ടിലും പുട്ട് ഒരു കഷ്ണമെങ്കിലും ബാക്കിയാവാണ്ടിരിക്കില്ല അല്ലെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ പഴം പുട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലത്തെ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രിസ്പിയാക്കി എടുത്തിട്ട് നമുക്കിത് നല്ല ക്രിസ്പി ആകുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ ക്രിസ്പി ആയിട്ടുള്ള ഭാഗം കഴിക്കുമ്പോൾ അപ്പോൾ അത്രയും ആക്കാൻ പറ്റുന്ന അത്രയും ആക്കിയെടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ആയപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുള്ള മുഴുവൻ പുട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ പുട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ പുട്ട് വെച്ചിട്ട് ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അഡാറായിട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.